ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം 3 വൻ പ്രേക്ഷക സ്വീകാര്യത നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. കേരളക്കരയിൽ നിന്ന് വമ്പൻ കളക്ഷനാണ് ചിത്രം നേടുന്നത്. കർണാടകത്തിലും റെക്കോർഡ് ഇട്ടുവന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആഗോളതല തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ദൃശ്യം 3. ചിത്രം റിലീസ് ചെയ്ത 9ാം ദിവസം പിന്നിടുമ്പോഴും ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ചിത്രം പുറത്തിറങ്ങി 9 ദിവസം എത്തുമ്പോൾ 2524 ഷോകളിലായി 4.3 കോടി രൂപയാണ് ആകെ കളക്ഷനായി നേടിയത്. ഇതോടെ ഇന്ത്യയിലെ മൊത്തം കളക്ഷൻ 100.08 കോടി രൂപയായും ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ 86.25 കോടി രൂപയായും ഉയർന്നു. വിദേശത്ത് നിന്ന് ചിത്രം 9ാം ദിവസം 6 കോടി രൂപ നേടിയതോടെ ഇതുവരെയുള്ള വിദേശ കളക്ഷൻ 109 കോടി രൂപയായി വർദ്ധിച്ചു. അങ്ങനെ ആകെയുള്ള കളക്ഷൻ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ നിന്ന് 209.08 രൂപയാണ് നേടിയിരിക്കുന്നത്. പ്രവൃത്തി ദിവസത്തിലടക്കം ചിത്രത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. 2ാം ആഴ്ചയിൽ പോലും ആരോഗ്യകരമായ ഒക്യുപ്പൻസി നിരക്ക് ചിത്രത്തിന് നിലനിർത്താനാവുന്നുണ്ട്. ആദ്യ ആഴ്ചയിലെ കളക്ഷൻ മേഖല തിരിച്ച് പരിശോധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലുടനീളം ചിത്രം വൻ ഹിറ്റാണെന്ന് വ്യക്തമാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മുൻ ചിത്രങ്ങളിൽ ഉണ്ടാക്കിയ ചലനങ്ങളാണ് 3ാം ഭാഗത്തിന്റെയും വിജയത്തിന് കാരണമാകുന്നത്. ഇക്കുറി ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ പുതിയ ഭാഗത്തിന്റെ റിലീസിന് ഒരു പ്രധാന പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. മലയാളത്തിനൊപ്പം മറ്റു 3 ഭാഷാ പതിപ്പുകൾ കൂടി ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തിയിരുന്നു. കന്നഡ, തെലുങ്ക്, തമിഴ് മൊഴിമാറ്റ പതിപ്പുകളാണ് മലയാളം ഒറിജിനലിനൊപ്പം തിയേറ്ററുകളിൽ എത്തിയത്. ഇപ്പോഴത്തെ ഒരു ശ്രദ്ധേയമായ നേട്ടം കൂടെ ചിത്രം കർണാടകത്തിൽ നിന്ന് സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് കന്നഡ പതിപ്പ് മാത്രം നേടിയത് 1.18 കോടിയാണ്. ഒരു മലയാള ചിത്രത്തിന്റെ കന്നഡ പതിപ്പ് 1 കോടിക്ക് മുകളിൽ ഗ്രോസ് നേടുന്നത് ഇതാദ്യമാണ്. മറ്റു ഭാഷാ ചിത്രങ്ങളും പരിഗണിക്കുമ്പോൾ കന്നഡ പതിപ്പ് 1 കോടിക്ക് മുകളിൽ ഗ്രോസ് നേടുന്നത് ഇത് 15ാം തവണയുമാണെന്നാണ് വിവരം. അതേസമയം ഇതിന്റെ നിരവധി മടങ്ങ് അധികമാണ് മലയാളം ഒറിജിനൽ കർണാടകത്തിൽ നിന്ന് നേടിയത്. ചിത്രം കർണാടകത്തിൽ നിന്ന് വിവിധ ഭാഷാ പതിപ്പുകളിലൂടെ ഇതുവരെ നേടിയത് 12.31 കോടിയാണ്. കർണാടകത്തിൽ ഒരു മലയാള ചിത്രം നേടുന്ന ഏറ്റവും മികച്ച 4ാമത്തെ കളക്ഷനാണിത്. 15.83 കോടി നേടിയ മഞ്ഞുമൽ ബോയ്സ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. രണ്ടാമത് 14.8 കോടി നേടിയ ലോകയും 12.7 കോടി നേടിയ മോഹൻലാലിന്റെ തന്നെ എമ്പുരാനും പിന്നാലെയുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.